ഹായ് മക്കളെ, ഈ വരുന്ന സെപ്റ്റംബർ 13-നാണ് സയൻസിൻ്റെ നെസ്റ്റ് എക്സാമിനേഷൻ അല്ലേ. എന്താണ് ഈ നെസ്റ്റ് എക്സാമിനേഷൻ എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്നുകൂടി പറയാം. സൈലം സ്കൂളുകളിൽ നിങ്ങളെ +1+2 ബോർഡ് എക്സാമിനേഷനൊപ്പം നീറ്റ്, JEE, കീമ് പോലെയുള്ള ക്വറ്റ് പോലെയുള്ള വലിയ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടി കൂടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നൽകുന്ന കോഴ്സുകൾ, അതായത് +1+2 കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് സൈലം സ്കൂളുകളിൽ ആക്ച്വലി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പലർക്കും ഒരു ടെൻഷനും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഈ ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ എൻട്രൻസിന് വേണ്ടി കൂടി പ്രിപ്പയർ ചെയ്യുക? അത് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ല. അത് എങ്ങനെയാണ് പോസിബിൾ ആവുക എന്നുള്ള കുറേ ആശങ്കകളും കൺസേൺസും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് സൈലം സ്കൂളുകളിൽ നടക്കുന്നത് എന്ന് ഞാനൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നെസ്റ്റ് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾ സൈലം സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് 2 സെറ്റ് ഓഫ് ടീച്ചേഴ്സാണ്. അതായത് നിങ്ങളെ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ബോർഡ് എക്സാം സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ടീച്ചേഴ്സ് ഒരു സെറ്റ്, അതേസമയം എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കാനുള്ള എൻട്രൻസ് സ്പെഷ്യലിസ്റ്റുകളായ മറ്റൊരു സെറ്റ് ഓഫ് ടീച്ചേഴ്സ്. അപ്പോൾ 2 സെറ്റ് ഓഫ് ടീച്ചേഴ്സാണ് നിങ്ങളെ പഠിപ്പിക്കുക. ബോർഡ് എക്സാമിനേഷന് വേണ്ടി ഒരു സെറ്റ് ഓഫ് ടീച്ചേഴ്സും എൻട്രൻസിന് വേണ്ടി മറ്റൊരു സെറ്റ് ഓഫ് ടീച്ചേഴ്സും. ഈ 2 ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ടോപ്പിക്കുകളും സെയിം ആയിരിക്കും. കാരണം നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ NCERT സിലബസ് ആണ്. ബോർഡ് എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നതും NCERT സിലബസ് ആണ്. പക്ഷേ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? ബോർഡ് എക്സാമിനേഷന് നമുക്ക് ഓരോ ടോപ്പിക്കിലും അത്രത്തോളം ഡെപ്തിലേക്ക് പോകേണ്ട കാര്യമില്ല, അത്രത്തോളം ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകേണ്ട കാര്യമില്ല, ഷോർട്ട് കട്ടുകളുടെ ആവശ്യമില്ല. പക്ഷേ എൻട്രൻസ് എക്സാമിനേഷന് ബോർഡിന് നിങ്ങൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കും ഇൻഡെപ്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനൊപ്പം നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഷോർട്ട് കട്ടുകളും ട്രിക്കുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതാണ് എൻട്രൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെറ്റീരിയലോ, രണ്ടിനും സെപ്പറേറ്റ് മെറ്റീരിയലായിരിക്കും. ബോർഡ് എക്സാമിനേഷന് വേണ്ടിയുള്ള മെറ്റീരിയലും എൻട്രൻസിന് വേണ്ടിയുള്ള മെറ്റീരിയലും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ സെപ്പറേറ്റ് ടീച്ചേഴ്സിനെ പോലെ തന്നെ സെപ്പറേറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഈ 2 പ്രിപ്പറേഷന് വേണ്ടിയുള്ളതും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് നേരെ +1ലേക്ക് വരുന്നതല്ലേ, 10ാം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി കാര്യങ്ങൾ നമുക്ക് +1ൽ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു ബേസ് വെച്ച് നമുക്ക് ആൾ ഇന്ത്യ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു കണ്ടൻറ്റ് പഠിക്കാൻ പറ്റുമോ എന്നൊരു ടെൻഷനൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഞാൻ പറയട്ടെ, ആ ടെൻഷനൊന്നും ആവശ്യമില്ല. കാരണം നമ്മളിവിടെ വന്ന് നിങ്ങളുടെ ആക്ച്വൽ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് ശരിക്കും നമ്മളൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും മാത്സിൻ്റെയും ഒക്കെ ബേസിക്സിൻ്റെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആ ബേസിക്സിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് 10ൽ നിന്ന് നിങ്ങളെ +1ലേക്ക് എത്തിക്കാൻ ഒരു ബ്രിഡ്ജ് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരും. അപ്പോൾ 10ൽ നിന്ന് നേരെ +1ലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇവിടുത്തെ ക്ലാസ്സുകൾ കേൾക്കുമ്പോണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. കാരണം ഈ ഒരു ബ്രിഡ്ജ് കടന്നാൽ നിങ്ങൾ വരുന്നത്. അപ്പോൾ അത്യാവശ്യം +1ലേക്ക് വേണ്ട +1നെയും 10നെയും കണക്ട് ചെയ്യാൻ ആവശ്യമായ എല്ലാ കോണ്ടൻറ്റും നിങ്ങൾക്ക് ആൾറെഡി ഈ ഫണ്ടമെൻറ്റൽസിൻ്റെ ക്ലാസ്സിൽ ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ +1ൻ്റെ ആക്ച്വൽ ക്ലാസ്സുകളിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്കത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നമ്മളൊരു വലിയ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതല്ലേ, അതുപോലെ ബോർഡ് എക്സാമിനേഷൻ ഉള്ളതല്ലേ, ഇതിനൊക്കെ പരീക്ഷകൾ എങ്ങനെയായിരിക്കും? സെപ്പറേറ്റ് പരീക്ഷകളായിരിക്കും. അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ബോർഡ് എക്സാമിനേഷന് വേണ്ടി ഓരോ ചാപ്റ്റർ അവസാനിക്കുമ്പോഴും നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാം ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും. കാരണം ബോർഡ് എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണല്ലോ. അതിന് പുറമെ പീരിയോഡിക് അസസ്മെൻറ്റുകൾ ഉണ്ടാകും, സമ്മേറ്റീവ് അസസ്മെൻറ്റുകൾ ഉണ്ടാകും, മോക്ക് എക്സാമുകൾ, നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് വേണ്ടിയുള്ള മോക്ക് എക്സാമുകൾ ഉണ്ടാവും. ഇത്രയും എക്സാമുകൾ നിങ്ങളെ ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ സൈലം പ്രൊവൈഡ് ചെയ്യും. അതിനൊപ്പം തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങളുടെ ബോർഡിന് വേണ്ടിയുള്ള എക്സാമിനൊപ്പം തന്നെ MCQs ഉള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയുള്ള പരീക്ഷയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള MCQ, ഒബ്ജക്റ്റീവ് പരീക്ഷകളുണ്ടാകും. അതിനൊപ്പം എല്ലാ മാസവും ഓൾ കേരളത്തിലെ മൊത്തം കുട്ടികൾ എഴുതുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എന്ന് പറയുന്ന GIBs എന്ന് പറയുന്ന സൈലം പ്രൊവൈഡ് ചെയ്യുന്ന എക്സാമുകൾ നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾ എഴുതും. അപ്പോൾ ഈ GIB കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓരോ മാസവും GIB കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും കേരളത്തിൽ നമ്മുടെ ഒരു റാങ്ക് എന്താണ്, നമ്മളിനി ഏത് റാങ്കാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഒരു പൊസിഷൻ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാനൊക്കെയുള്ള സമയം നമുക്ക് ഈ GIBയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു എക്സാം പാറ്റേൺ. നമുക്ക് ഇങ്ങനെയാണ്. ഇപ്പോൾ നോർമലി നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ, സ്കൂളുകളിലാണെങ്കിലും മറ്റ് സെൻറ്ററുകളിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ നാളത്തെ ടൈം ടേബിൾ ഇന്നായിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. പക്ഷേ സൈലം സ്കൂളുകളിൽ അങ്ങനെയല്ല. ഒരു അക്കാഡമിക് ഇയറിലേക്ക് വേണ്ട ഫുൾ പ്ലാൻ നമ്മൾ നേരത്തെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓരോ മാസവും ഏതൊക്കെ ചാപ്റ്ററുകളായിരിക്കും നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ടാവുക, ഓരോ മാസവും ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും നിങ്ങളുടെ എക്സാമുകൾ ഉണ്ടാവുക, തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഒരു വർഷത്തെ അക്കാഡമിക് പ്ലാൻ തുടക്കത്തിലേ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ പ്ലാൻ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ഒരു ജനുവരിയോട് കൂടി
ഒരു ജനുവരിയോട് കൂടി നിങ്ങളുടെ പോർഷൻസ് ഒക്കെ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ അക്കാഡമിക് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജനുവരി കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് സമയമുണ്ടല്ലോ അല്ലേ? ആ സമയം നമ്മൾ എന്താ ചെയ്യുക? ആ സമയം മുഴുവൻ നിങ്ങളെ ഈ പഠിപ്പിച്ച ടോപ്പിക്കുകളും ചാപ്റ്ററുകളും റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. അത് റിവിഷൻ ക്ലാസ്സുകളിലൂടെയും റെഗുലറായി നടക്കുന്ന എക്സാമുകളിലൂടെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ പഠിച്ച ചാപ്റ്ററുകളൊക്കെ നമ്മൾ മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 മാസത്തോളം സമയമാണ് ബോർഡ് എക്സാമിനേഷന് വേണ്ടി നമ്മുടെ ചാപ്റ്ററുകൾക്ക് റിവൈസ് ചെയ്യാനുണ്ടാവുക. +1 കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ +2 നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ള റിവിഷൻ കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സൈലം സ്കൂളുകളിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ബാക്കിയുള്ള സ്കൂളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈലം സ്കൂളുകളിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായിപ്പോയി. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. ഒരു ദിവസത്തെ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സൈലം ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ ടാബിലോ നിങ്ങളുടെ സൈലം ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായി പോയാലോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ നിങ്ങൾക്ക് സൈലം ലേണിംഗ് ആപ്പിൽ അതേ ടോപ്പിക്ക് അതേ ചാപ്റ്റർ മറ്റൊരു ഫാക്കൽറ്റി എടുത്ത ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ ക്ലാസ് കാണാം, നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയി പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം നമ്മുടെ ഓൺലൈനായിട്ടുള്ള എക്സ്ക്ലൂസീവായിട്ട് +1 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ പ്രോഗ്രാമാണ് കിങ്സ് 11 ബാച്ച്. ആ കിങ്സ് 11 ബാച്ചിൽ ഇതുപോലെ തന്നെ നമ്മൾ ബോർഡിനും എൻട്രൻസിനുള്ള പ്രിപ്പറേഷൻ നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാച്ചാണ്. ആ ബാച്ച് നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണ് സൈലം ലേണിംഗ് ആപ്പിലുള്ളത്. അതിനൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ ക്ലാസ് റൂമിൽ വെച്ച് നിങ്ങൾ ഫാക്കൽറ്റീസിനോട് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലെത്തി അല്ലെങ്കിൽ വീട്ടിലെത്തിയപ്പോൾ നമുക്കൊരു ഡൗട്ട് നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യും? നമുക്ക് സൈലം ലേണിംഗ് ആപ്പിൽ AI ഗുരു എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ AI ഗുരുവിൻ്റെ സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇനി അതുമല്ല, ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു. ഓക്കെ, എന്താ നമ്മൾ ചെയ്യുക? അവിടെ നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിരിക്കും. സൈലത്തിൻ്റെ ഹോസ്റ്റലുകളിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോളിഡേയ്സിൻ്റെ സമയത്തോ ആ സമയങ്ങളിലൊക്കെ ഫാക്കൽറ്റി സപ്പോർട്ട് നിങ്ങൾക്ക് ഹോസ്റ്റൽ അവൈലബിൾ ആയിരിക്കും. ഇതിനൊപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് പഠിക്കുന്നതാണല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ? ആ സമയത്ത് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനും നമ്മളൊരു പാരൻസിനെ പോലെ നമ്മളെ ചേർത്ത് പിടിക്കാനൊക്കെ സൈലം മെൻറ്റേഴ്സ് നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈലം സ്കൂളുകളിൽ നിങ്ങളെ ശരിക്കും കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര സീരിയസ് ആയി മുന്നോട്ട് കൊണ്ടൊരു പ്രോഗ്രാം അല്ലേ? കാരണം സാധാരണ സ്കൂളുകളിലെ പോലെ തന്നെ നമുക്ക് ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ് ഫെസ്റ്റ്, ഇത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ലഭിക്കുമോ? കിട്ടും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം സൈലം സ്കൂളുകളിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ഔട്ടിംഗ് ഉണ്ടാവും, മൂവി ടൈമുണ്ട്, ട്രിപ്പുകളുണ്ട്. അതിന് പുറമെ എല്ലാ കൾച്ചറൽ പ്രോഗ്രാംസും, സ്കൂളുകളിൽ നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അങ്ങനെ അടിപൊളിയായി നമ്മൾ 2 വർഷം ഗംഭീരമായി പഠിച്ച് +2 കഴിയുന്നതോടുകൂടി +2 ബോർഡ് എക്സാമിനേഷൻ നമ്മൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. അതിനൊപ്പം നിങ്ങൾ എയിം ചെയ്യുന്ന ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണോ ആ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ കൂടി നമ്മൾ അതേ വർഷം തന്നെ ക്രാക്ക് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാമാണ് സൈലം സ്കൂളിൽ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കളെ, ഗംഭീരമായിട്ട് നിങ്ങൾ പഠിക്കുക. സെപ്റ്റംബർ 13 നടക്കുന്ന നെസ്റ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. ഇതുവരെയായിട്ടും നിങ്ങൾ നെസ്റ്റിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യാം, നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊന്നും ഇത് അറിഞ്ഞു കാണില്ല. അപ്പോൾ അവരോടൊക്കെ പറയാം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ അവരെ കൂടി രജിസ്റ്റർ ചെയ്യിപ്പിക്കുക, ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് സൈലം സ്കൂളിൽ വെച്ച് നേരിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.